ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗായ്സ്. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, പാക്ക് അങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ അർജന്റീന പാക്ക് എടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ വിചാരിച്ച ഗൈസ് എന്താ പറയുക, കുറച്ചൊരു കമന്റും അല്ലാണ്ടൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, ബ്രോയ്ക്ക് ഓൾറെഡി ഒരു മെസ്സി ഇല്ലേ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സ്കലോണീൻ്റെ ഒരു കാര്യം വെച്ചിട്ടായിരുന്നു എടുക്കേണ്ടതെന്ന് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെസ്സി അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു, പിന്നെ പറഞ്ഞു ഫ്രാൻസ് എടുത്തു, അടിപൊളി പാക്കാണ്, അത്യാവശ്യം നല്ലോണം കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും എൻ്റെ ഒരു ഗ്രീസ്മെൻറ്റും ഇല്ല, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രീസ്മെൻ വന്നതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്രാൻസ് പാക്ക് അങ്ങനെ എടുത്തു, 1500 രൂപേൻ്റെ. അങ്ങനെ ആ കോയിൻ പോയി ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് പുതിയതായിട്ട് ഒരു മെത്തേഡായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം ലോങ് ബോൾ കൗണ്ടർ നമ്മൾ അതുപോലെ തന്നെ മാനേജർ മാറ്റി, ഫ്രാൻസിൻ്റെ മാനേജറാക്കി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ഗ്രീസ്മെനെ ഇട്ടു. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും ഒരു മോഡിഫൈ വരുത്തി നമ്മൾ പുതിയൊരു സ്ക്വാഡ് വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഡിവിഷൻ മാച്ചൊക്കെ ജയിക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ ഞാൻ പുതിയൊരു സ്റ്റാറ്റിയും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് കുറേ പേർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ജയിക്കാത്ത മാച്ച് പോലും, കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടുതൽ ഡിഫൻസ് ചില സമയത്തൊക്കെ പൊട്ടാറുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ഈ ഒരു പുതിയ അറ്റാക്കും നിങ്ങളിതെല്ലാവരും ചെയ്യണം. കാരണം നമ്മൾ ഡിഫൻസ് ആയാലും പ്ലെയർ ഞാൻ ബെക്കംബർ വെച്ചു. ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കട്ടെ, നമുക്ക് എന്തായാലും മാച്ച് കളിച്ചു നോക്കാം ഇത് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആങ്കറിങ് ഇട്ടു, അറ്റാക്കിങ് ഇട്ടു. അയ്യോ, ഓഫാക്കി പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും വൈറ്റിനെ വെച്ചു, മാർക്കിനസിനെ വെച്ചു, പിന്നെ ചെറാറിനെ ഇട്ടു. ഡിഫൻസ് നമുക്ക് മാർക്കിനസിന് ഇടാം. പിന്നെ അറ്റാക്ക് ടു ഡിഫൻസ്, ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ ജസ്റ്റ് ചെയ്യണം. പ്ലെയർ നമുക്ക് കിമ്മിച്ചിനിടാം. അറ്റാക്കിങ് നമുക്ക് കോസ്റ്ററ്റ് ഇടാം. ആങ്കറിങ് നമുക്ക് ബെക്കംബറിന് ഇടാം. ഇത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇറക്കി നോക്കുക. കാരണം എന്താ പറയുക, കൗണ്ടർ ടാർഗറ്റ് ചെയ്തു ജെറാർഡിനെ. ഡീപ്പ് ലൈൻ നമുക്ക് കിമ്മിച്ചിന് ഇടാം. ഇനി അടുത്തേക്ക് പോവാം, ഡിഫൻസ് 2ലേക്ക് പോവാം. കൗണ്ടർ ടാർഗറ്റ് ജെറാർഡ്, ഡീപ്പ് ലൈൻ മെസ്സിനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ മാച്ച് ഒന്ന് കളിച്ചു നോക്കാം ഗൈസ്, എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ മെത്തേഡുമായിട്ട് നമ്മുടെ പാക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു കളിയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണ്ടൊക്കെ ആരാ വന്നിരിക്കുന്നതെന്നെല്ലാം. അപ്പോൾ എല്ലാവരും ഇറക്കിയിട്ടുണ്ട് ഗൈസ്, ഗുണ്ടേഗനും എല്ലാം പുതിയ പ്ലേയേഴ്സ്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ സാബിയുടെ ടീമാണ് 4-1-1-4 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ കുറെ പ്ലേയേഴ്സിനെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ജേഴ്സി നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ജേഴ്സി എന്തായാലും അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് കടന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം മാച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു, കാരണം നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ മാച്ച് ഗോളൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ എന്താ പറയുക ഒരു ഡിഫൻസ് ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താ പറയുക, ഏതൊരു ബിഗിനറിനായോ കൂടി സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പെട്ടെന്ന് കയറി പിടിക്കുന്നുണ്ട്. കുറേ പേര് പറഞ്ഞായിരുന്നു. അതപ്പോൾ സാബിയുടെ ഹെബേബെ നമ്മുടെ ഓക്കെ. അപ്പോൾ നമ്മൾ മാച്ചിലോട്ട് കിടക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ഫസ്റ്റ് ടച്ച് അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ എംബാപ്പെ ടു റോഡ്രി ടു മെസ്സി. ഓക്കെ, ബെക്കംബർ എടുത്തു. ഓക്കെ, കിമിച്ച്. ഓക്കെ ഗൈസ്, ഇനി ഇവന്മാർ പിടിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, നിക്കോ വില്യംസ് അടിക്കരുത്. ഓക്കെ, ബെക്കംബർ എടുത്തിട്ടുണ്ട്. ബെക്കംബർ കോസ്റ്റേട്ടാ, എടാ എന്താണ് കാണിക്കുന്നത് മെസ്സി. എന്റെ മോനെ വൈറ്റ് ഗൈസ്, ഇപ്പൊ പണി കിട്ടിയ വാൽവെർഡെ. ഓക്കെ, വൈറ്റ്. ഓക്കെ, അടിച്ച് പുറത്ത് കളഞ്ഞിരിക്കുന്നു. ഗ്രീസ്മാൻ, മെസ്സി. ഓക്കെ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ, മെറഡോണ ബാക്കോട്ട്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ടു ഓക്കെ, വാൽവെർഡെ നല്ലൊരു ചാൻസ് ഉണ്ട്. കോസ്റ്റേട്ടയിലേക്ക് പോയി. ഓക്കെ, കിട്ടുമെന്ന് അറിയില്ല. ഗൈസ്, ഗ്രീസ്മെന്റ് കൊടുത്തതാണ്, പക്ഷെ കറക്റ്റ് അവൻ ഹെഡ് വെച്ച് അങ്ങോട്ട് ഗോളിക്ക് കൊടുത്തു. ഓക്കെ, നിക്കോ വില്യംസ്. ഓക്കെ, അർണോൾഡ്, മെസ്സി ടു അർണോൾഡ്. ഓക്കെ, അർണോൾഡ് ടു കിമ്മിച്ച് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ക്വാഡ് വെച്ച് നൈസായിട്ട് കിമ്മിച്ച് ഷോട്ട് അടിച്ചിട്ടുണ്ട്. മറഡോണ. ഓക്കെ, മറഡോണ ടു മെസ്സി, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കോസ്റ്റേട്ട, എടാ നെഡ്വേർഡ്. എംബാപ്പെ ടു നെയ്മർ. ഓക്കെ, ഒരു ക്രോസ് കൊടുത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, നെഡ്വേർഡ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ, മാർക്കിനസ്. ഓക്കെ, ഷോട്ട്. ഗ്രീസ്മാൻ, ജെറാർഡ് ബാക്ക്, കിമിച്ച്. റോഡ്രി ടു നിക്കോ വില്യംസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വാൽവെർഡെ സെറ്റാണ്. നമ്മുടെ സ്ക്വാഡ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഗൈസ്. അപ്പോൾ ഓക്കെ, ബെക്കംബർ. ഓക്കെ, ഗ്രീസ്മാൻ ടു നെഡ്വേർഡ് ഗൈസ്, നിക്കോ വില്യംസ്. ഓക്കെ, മാർക്കിനസ്, നെയ്മർ. ജെറാർഡ് ടു ഗ്രീസ്മാൻ. എടാ നെഡ്വേർഡ് എടുത്തല്ലോ. ഇതിപ്പോൾ ഇവരും എൻ്റെ മോനെ. ബെക്കംബർ, വൈറ്റ് ടു മറഡോണ ടു നെഡ്വേർഡ്. ഇവർ എടാ എന്തുവാണ്
ഇടയ്ക്ക് ഒരു റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. കോസ്റ്റേട്ട കിട്ടിയിട്ടുണ്ട്, ത്രോ പോയി ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ എന്താ പറയുക അറ്റാക്കും ഡിഫൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം എല്ലാവരും കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക കുറേയൊക്കെ ഡിഫൻസ് ഇതിലൂടെ ഒതുക്കാൻ പറ്റും. റോഡ്രി ടു മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെസ്സി ടു പാസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ നല്ലൊരു ചാൻസ്. മറഡോണ ഓക്കെ. വാൽവെർഡെ എടാ ഈ നെറ്റ്വേർഡ് റോഡ്രിഗറും എൻ്റെ ഗൈസ് ജെറാഡ് അവിടെ ഇപ്പോൾ ഒരു പണിയും കിട്ടിയാണ്. കിമ്മിച്ച് മെസ്സി അർണോൾഡ് ടു നിക്കോ വില്യംസ് ടു എംബാപ്പെ മെസ്സി ഒക്കെ എടുത്തിട്ടുണ്ട്. ബെക്കംബർ ടു മെസ്സി ഗ്രീസ്മാനിലേക്ക് പോകുന്നില്ല അർണോൾഡ്. എന്തായാലും ഗൈസ് ഇത് എംബാപ്പെ എൻ്റെ മോനെ ആരെങ്കിലും അടിക്കാനുള്ള ചാൻസ്. നിക്കോ വില്യംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കോസ്റ്റേട്ട ടു ഗ്രീസ്മാൻ റോഡ്രി ഓക്കെ. നെയ്മർ കിട്ടിയിട്ടുണ്ട്. വാൽവെർഡെ വൈറ്റ് മറഡോണ ഓക്കെ. ജെറാഡ് ഓക്കെ. എടാ അർണോൾഡ് നിക്കോ വില്യംസ് ഓക്കെ. മെസ്സി ഓക്കെ. അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കോസ്റ്റേട്ട ടു മറഡോണ ടു എംബാപ്പെ ഓഫ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ച് ഇങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഷോട്ട് അവരാണ് 2 ഷോട്ട് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സബിലേക്ക് കിടക്കും ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ജസ്റ്റ് ഒരു എല്ലാത്തിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ. ബ്രൂണോ, സല, നെയ്മർ, കുറച്ചൊക്കെ അത്യാവശ്യം ഗുണ്ടേഗൻ, ഹെർണാണ്ടസ് എല്ലാവരും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയൊരു സ്കോഡിൽ ഒന്നാണ് ഗൈസ്. അപ്പോൾ നെയ്മറിനെ നമുക്ക് ഇറക്കാം ഗൈസ്. എന്തായാലും മെസ്സിനെ കയറ്റിയിട്ട് നെയ്മറിനെ നമുക്ക് ഇറക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറിനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ താഴെ. കാരണം 2025 ആകുമ്പോൾ കുറേ അധികം അപ്ഡേറ്റും കോയും എല്ലാം വരുമെന്നാണ് കൊനാമി പറയുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. നെയ്മർ ടു ജെറാഡ്, കിമ്മിച്ച് കോസ്റ്റേട്ട ടു ബാക്കോട്ട്, കിമ്മിച്ച് ടു ഗ്രീസ്മാൻ ത്രോ പോയി ഗൈസ്. ത്രോ ഗ്രീസ്മാൻ ടു കിമ്മിച്ച് ടു കോസ്റ്റേട്ട ബാക്ക് ഓഫ്. കിമ്മിച്ച് നിക്കോ വില്യംസ് ടു ഓക്കെ. മെസ്സി ഓക്കെ. നെയ്മർ ഓക്കെ. ഹാളൻഡ് ഗൈസ് ഒക്കെ എടുത്തിട്ടുണ്ട്. മാർക്കിനസ് ഹാളൻഡ് വീണ്ടും ഓക്കെ. ഓഫ് സൈഡാ ഗൈസ്. അപ്പോൾ അവർ ഹാളൻഡ് സബ് ചെയ്യുന്നു തോന്നുന്നു ഗൈസ്. അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ട് സബ് ചെയ്യുന്ന തരത്തിലാക്കിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വിട്ടൊക്കെ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആക്കി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്തോളും. ഓക്കെ. ഗ്രീസ്മാൻ ടു കിമ്മിച്ച് ടു നല്ലൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഗ്രീസ്മാൻ റോഡ്രിഗർ അവിടെ ഉള്ളതുകൊണ്ട് ഓക്കെ ബാക്കോട്ട് ഓക്കെ. എടാ അത് വേണ്ടായിരുന്നു. എടാ ഗൈസ് എൻ്റെ നല്ലൊരു ചാൻസ് കിട്ടി ഗൈസ്. അത് ക്രോസ് കിടത്തായിരുന്നു. പക്ഷെ അത് കണ്ടില്ല ഞാൻ. കറക്റ്റ് ത്രൂ പാസും കൊടുത്തു. അലക്സാണ്ടറിനോട് നിക്കോ വില്യംസ് ഓക്കെ. മെസ്സി ടു അർണോൾഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെയും പോയി അർണോൾഡ് ടു നിക്കോ വില്യംസ് വീണ്ടും പോയി. ജെറാൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ പ്രായം പോയല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ. എന്തായാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടഫാണ്. കോസ്റ്റേട്ട ടു ഗ്രീസ്മാൻ ടു കിമ്മിച്ച് ടു ജെറാഡ് ടു നെയ്മർ ഓഫ്. എടാ സ്കില്ല് എൻ്റെ മോനെ കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല ബസ് പറഞ്ഞോടാ. ഈ വാൻറ്റേജൊക്കെ ഇവിടെ വന്നല്ലോ. എൻ്റെ നെയ്മർ റോഡ്രി ടു നേരെ മെസ്സി ടു നെയ്മർ നെഡ്വേർഡ് ഓക്കെ. നിക്കോ വില്യംസ് ബാക്ക്. റോഡ്രി ടു അർണോൾഡ്. എൻ്റെ മോനെ ക്രോസ് അടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. വൈറ്റ് എൻ്റെ മോനെ അവിടെ ആരും ഇല്ലാത്ത നന്നായിട്ടോ. നെഡ്വേർഡ് ത്രോ പോകും ഗൈസ്. ത്രോ പോയിരിക്കുന്നു വൈറ്റ് ഗൈസ്. അപ്പോൾ 66 മിനിറ്റ് വൈറ്റ്. ഇടയിൽ പെട്ടെന്ന് കിട്ടുമോ? മറഡോണ ടു ജെറാഡ് ടു ഓക്കെ ഗൈസ്. കിട്ടിയിട്ടുണ്ട്. കിടിലൻ പാസ് കിമ്മിച്ച്. ഓ എൻ്റെ മോൻ. എടാ അതെന്ത് മണ്ടത്തര. ഓഫ് എൻ്റെ മോനെ. മാർക്കിനസ് നെഡ്വേർഡ് നെയ്മർ എടാ മെസ്സി ഓക്കെ. ഹാളൻഡ് ഓഫ് അറ്റാക്ക് ചെയ്തിട്ട് എടാ ഇപ്പൊ ഗോളിന് അറിയണേ. എൻ്റെ മോനെ ഗോളി അവിടെ ഇപ്പം എന്തെങ്കിലും ചെയ്താൽ ഇപ്പൊ ഗോളും. ഹാളൻഡ് ലേശം എല്ലാം അടിച്ചു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഗൈസ്. അപ്പോൾ നമുക്ക് സബിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നു ഹെർണാണ്ടസിനെ ഇറക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗുണ്ടേഗനെ ഇറക്കാം. വേറെ ആരും ഇപ്പം ഇറക്കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ബില്ലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ സെറ്റാണ് ഗൈസ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഒപ്പോണ്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ
ഗൈസ്. അപ്പോൾ എനിക്ക് സാധാരണ എന്താ പറയുക, നമ്മുടെ റോബർട്ടോ കാർലോസോ ബെക്കാമൊക്കെ ആണെങ്കിൽ ക്രോസ് അടിക്കേണ്ടത് കറക്റ്റ്, അല്ലെ മെസ്സി ആണെങ്കിൽ കറക്റ്റ് ഷോട്ട് അടിക്കും. കഴിഞ്ഞ മാച്ചുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അർണോൾഡ് എന്താവും അറിയില്ല. ഓക്കെ, അർണോൾഡ് എൻ്റെ മോനെ പണിയാവാൻ ഏടാ ഓഫ് റുഡ്രിഗർ ഇപ്പം അവിടെ ഒരു കൊളുത്തിയേനെ ഗൈസ്. അപ്പോൾ സണ്ണിനൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നെയ്മർ റുഡ്രി ടു ബാക്ക് അടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ജെറാഡ് ടു ഓക്കെ ലെവൻഡോസ്കി ഹെർണാണ്ടസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെവൻഡോസ്കി ഓക്കെ ലെവൻഡോസ്കി ടു അർണോൾഡ് ഗൈസ്. അവർക്കറിയാം അവിടെ നിന്നൊരു ക്രോസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പെക്കംബാർ ഗുണ്ടേഗൻ ഓക്കെ ബെല്ലിംഗാം വാൻഡിജിക് ടു ഓക്കെ മാർക്കിനസ് ജെറാഡ് ഓക്കെ ബെല്ലിംഗാം വൈറ്റ് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മറഡോണ ഈ വാൻഡിജിക് ഇവിടെ ഒരു പണിയാണല്ലോ ഗൈസ്. റാഫേലിയോ ഓക്കെ ജെറാഡ് ടു ബെല്ലിംഗം ടു ഗുണ്ടേഗൻ ടു ലെവൻഡോസ്കി ബാക്ക് ഓക്കെ ഹെർണാണ്ടസ് ഓക്കെ ലെവൻഡോസ്കി ഓക്കെ ബാക്കോട്ട്. എടാ ഇവിടെ ആരുമില്ല. സണ്ണ് എടാ 88 ഓ ഈ ഹാളണ്ട് ഓക്കെ എടാ ഔഫ് മാർക്കിനസ് എടാ ഓക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബെക്കംബർ എടാ ഇപ്പൊ പണി കിട്ടിയാനാട്ടോ നമുക്ക്. റോഡ്രി ഓക്കെ ജെറാഡ് റാഫേലിയോ ഓക്കെ ഹാളണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട്. ഓ എൻ്റെ മോനെ ഹാളണ്ട് ഗൈസ് ലാസ്റ്റ് ടൈം ഇപ്പൊ വന്നതിന്റെ പണി. സണ്ണ് ഓക്കെ ഹാളണ്ട് ഉണ്ട് ഓക്കെ ഓഫ് സൈഡാന്ന് തോന്നുന്നു ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ മോനെ ഏജാതി കളിയാ ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ സ്റ്റാറ്റ് ഇതിൽ പൊളിച്ചിട്ടുണ്ട്. മാർക്കിനസ് ടു ഗോളി മാനുവലിയർ ടു ഓക്കെ ഗൈസ്. അപ്പം ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആ അറ്റാക്കും ഡിഫൻസൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഡിഫൻസൊക്കെ സെറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ പരമാവധി എന്താ പറയുക നമുക്ക് ഡിഫൻസൊക്കെ പൊട്ടാണ്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഓക്കെ ബൈ.